ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇവന്റെ ഒരു കാര്യം. ഈശ്വര, എത്ര നാളായി ഇങ്ങനൊരു സന്തോഷത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. സച്ചേട്ടാ, മോളെ, നന്നായി വരും. നിന്റെ പ്രാർത്ഥനയും കഷ്ടപ്പാടും ഒന്നും വെറുതെ ആയില്ല മോളെ. ഈ അച്ഛൻ മോൾക്ക് വേണ്ടി മനസ്സൊരുക്കി എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കിളവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? ഇവിടെ നിന്നിട്ട് എനിക്ക് തന്നെ അപമാനം തോന്നുന്നു. ഇവക്ക് മുന്നിൽ ഞാൻ തോറ്റുപോയി. സാരമില്ല, ഇപ്പൊ എല്ലാരും സന്തോഷിക്കട്ടെ. കുറച്ചു കഴിയുമ്പോ എല്ലാരും ദുഃഖിക്കും, കരയും, കരയിപ്പിക്കും ഞാൻ. അവന്തികേ, നിങ്ങൾ രണ്ടുപേരും കൂടിയാ മല കയറി പ്രാർത്ഥിക്കാൻ പോയത്. ഇപ്പോ അർച്ചനയ്ക്ക് വിശേഷായി. നിനക്ക് സന്തോഷമില്ലേ മോളെ? പിന്നില്ലാതെ. എനിക്ക് ഭയങ്കര സന്തോഷല്ലേ. എനിക്കന്ന് നേർച്ച പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ. അധികം താമസിയാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം മാത്രം അനുഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? ആദ്യം നിങ്ങളുടെ മോന്റെ മനസ്സ് മാറണ്ടേ. മോള് അർച്ചനയോടൊന്നും പറഞ്ഞില്ലല്ലോ. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാരും ഒന്ന് മാറിക്കേ. ഞാൻ ഈ മധുരം ഒന്ന് കൊടുത്തോട്ടെ. സച്ചേട്ടാ, ഈ ലഡു എടുത്ത് അർച്ചന എടുത്തേക്ക് കൊടുത്തേ. എടുത്ത് കൊടുക്കേട്ടാ, എന്തിനാ നാണിക്കുന്നേ? എടാ, നീ ഒരു അച്ഛനാകാൻ പോവല്ലേ, ആദ്യം അർച്ചനയ്ക്ക് മധുരം കൊടുക്കേ. എല്ലാരും എടുത്തേ. അല്ലെങ്കിൽ വേണ്ട, അർച്ചന എടുത്ത് തന്നെ എടുത്തു കൊടുത്തേ. അതെ.
എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഒരു കാര്യത്തിനും അർച്ചന ഇനി ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും കൂടി നോക്കണം. കാത്തിരുന്ന് കിട്ടിയ നിധിയായത്. പ്രസവം വരെ ഇനി അർച്ചനയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല, ചെറിയ ചെറിയ ജോലികളൊക്കെ എടുക്കാം. ആ ഏട്ടാ, ഉടൻ തന്നെ ഡോക്ടറെ പോയി കാണണം. എന്തായാലും അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കൊരു കൂട്ടായല്ലോ. അതെ, മതി 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 മതി. എല്ലാരും ഇങ്ങനെ വട്ടം കൂടി നിക്കണ്ട. കുറച്ചു നേരം ഇവര് രണ്ടുപേരെ ഒന്ന് തനിച്ചു വിടാം. ഏട്ടത്തി, നിങ്ങൾ ചെല്ല്. ചെല്ല്. അമ്മ പോയി തൊഴുതു. ഞാൻ അപ്പോഴേക്കും വഴിപാട് രസീതാക്കിയിട്ട് വരാം. ആയടാ, അച്ഛന്റെ പേരിലെ ഒരു സന്താന ഗോപാല പൂജ കൊണ്ട് എഴുതിയേക്കണേ. ശരി അമ്മ. എന്റെ ദേവി അനുഗ്രഹിക്കണേ. അർച്ചനയ്ക്ക് വിശേഷം എന്തെങ്കിലും ആയോ? ഇല്ല തിരുമേനി. അന്ന് പൂജിച്ചു തന്ന നെയ്യ് സേവിക്കുന്നില്ലേ? ആ ഉണ്ട്. ആ നെയ്യ് സേവിച്ചാൽ നിശ്ചയമായും ഫലം ഉണ്ടാവും. പ്രാർത്ഥിച്ചോളൂ, എല്ലാം മംഗളമായി നടക്കും. ദേവി, ആ എന്താ അതിര്?